പാർട്ടിയുടെ മുഖം മാറി. കമ്മിറ്റി മോഡ് LGS ക്യാപ്സ്യൂളിന്റെ 14ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കോഡ് പഠിക്കാനായിട്ട് പോവുകയാണ്. കോഡ് എന്ന് പറയുമ്പോൾ എന്തിനെ പറ്റിയിട്ടുള്ള കോഡാണെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അതായത് നമ്മുടെ രാഷ്ട്രപതിമാരെ ഓർഡറിൽ പഠിക്കാനായിട്ടുള്ള ഒരു കോഡാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്? വേണമെങ്കിൽ ചോദിക്കാം. ഈ രാഷ്ട്രപതിമാർ ഒരു 3-4 പേരുടെ പേര് തന്നിട്ട് ഇവരെ കാലക്രമത്തിൽ എഴുതാൻ പറയാം അല്ലെ? അല്ലെങ്കിൽ 1ാമത്തത് ആരാണ്, 5ാമത്തെ രാഷ്ട്രപതി ആരാണ്, 10ാമത്തെ രാഷ്ട്രപതി ആരാണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ദാ നോക്കൂ, ആദ്യം നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിമാരിലേക്ക് പോകുന്നു. ഒരു ചോദ്യം, ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? അതേപോലെ തന്നെ 2ാമത്തത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, ആദ്യത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, 5ാമത്തെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ കാലക്രമത്തിൽ എഴുതാനായിട്ട് ചോദിക്കാം. ഉപരാഷ്ട്രപതിമാരെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരെ ഓർഡറിൽ പഠിക്കാനായിട്ട് നമ്മളൊരു കോഡ് പഠിക്കും. ഓക്കെ, കോഡ് നിങ്ങൾ എന്നോടൊപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നീട് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ കോഡിന്റെ ആദ്യത്തെ സെന്റൻസ്, 3 സെന്റൻസ് നമുക്ക് കാണാതെ പഠിക്കണം. അതിൽ ആദ്യത്തെ സെന്റൻസ് ഇതാണ്: രാജുവും രാധയും സക്കീർ ഭായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് ഒന്ന് പറഞ്ഞേ, രാജുവും രാധയും. ഓക്കെ, മറന്നു പോകാതിരിക്കാൻ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. രാജുവും രാധയും സക്കീർ ഭായിയുടെ കൂടെ ആരുടെ? ഗിരിയുടെ. ഓക്കെ, ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറി. നീല ഫാക്ടറിനെ ഓർത്ത് വെച്ചിരിക്കണേ. നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. അപ്പൊ പഠിച്ചു കഴിഞ്ഞല്ലോ. ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ച് പറഞ്ഞേ, രാജുവും രാധയും സക്കീർ ഭായിയുടെ കൂടെ ഗിരിയുടെ എവിടെയുള്ള? അഹമ്മദാബാദിലുള്ള എവിടെ? നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. ആദ്യത്തെ സെന്റൻസ് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തത്, ഇതിന്റെ ചുമതല വഹിക്കുന്നത് രാമശങ്കര നാരായണനാണ്. ഇദ്ദേഹമാണ് നമ്മുടെ രാമശങ്കര നാരായണൻ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? രാമശങ്കര നാരായണൻ. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് പഠിക്കാൻ എളുപ്പമല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്നത് ഏതിന്റെ? നീലം എന്താണ് സെയിൽ ചെയ്യുന്ന ഫാക്ടറിയുടെ ചുമതല വഹിക്കുന്നത് രാമശങ്കര നാരായണനാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പഠിച്ചല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ 3ാമത്തെ സെന്റൻസിലേക്ക് പോകുന്നു. ഇവരെ കണ്ടതും കലാമിന്റെ പാർട്ടിയുടെ മുഖം മാറി കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു. ഓക്കെ, ഇത് ഞാൻ ഒരു 2 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കോഡാണ്. അന്ന് യൂസ് ചെയ്ത പിക്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ചിലപ്പോൾ അന്ന് പരീക്ഷയ്ക്ക് എടുത്തിട്ടുള്ളവർ എൻ്റെ ക്ലാസ് അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും. പുതിയതായിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യാം? ഒന്നിനും പറഞ്ഞ് പഠിക്കുക. ഇവരെ കണ്ടതും കലാമിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ അറിയാമോ? മുത്തശ്ശീനാണ് പാർട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ കലാമിന്റെ പാർട്ടിയാണ് ഇത് കേട്ടോ. അപ്പൊ കലാമിന്റെ പാർട്ടിയുടെ മുഖം മാറി. ഓക്കെ, മുഖം മാറി എന്ത് ചെയ്തു? കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു. വെറുതെ മുഖം മാറിയിട്ട് വെറുതെ ഇരിക്കല്ല ചെയ്തത്, കോപിക്കുകയും ചെയ്തു, മുറുമുറുക്കുകയും ചെയ്തു കേട്ടോ. ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രാഷ്ട്രപതിമാരെ 15ഓളം പേരുകള് നമ്മൾ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കാമല്ലോ. ഇപ്പൊ നമുക്ക് ആ 3 സെന്റൻസ് കിട്ടി. ഒന്ന് പറഞ്ഞേ, ആദ്യത്തെ സെന്റൻസ് എന്തായിരുന്നു? ചിത്രം നമ്മുടെ മനസ്സിൽ വരിക. രാജുവും രാധയും സക്കീർ ഭായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. ഇതിന്റെ ചുമതല വഹിക്കുന്നത് രാമശങ്കര നാരായണനാണ്. ഇവരെ കണ്ടതും കലാമിന്റെ പാർട്ടിയുടെ മുഖം മാറി കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാക്കുകൾ റീഅറേഞ്ച് ചെയ്ത് പറയരുത്. അതേ സെന്റൻസിൽ അതേ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ നിന്ന് നമുക്ക് ആ രാഷ്ട്രപതിമാരെ ഒന്ന് ഓർഡറിൽ പഠിക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? രാജുവും രാധയും. ഓക്കെ, രാജുവും രാധയും സക്കീർ ഭായിയുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറി. നീലം
സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. അങ്ങനെയെങ്കിൽ ഇതാ നോക്കൂ, രാജു ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. രാധ എന്നത് ഉദ്ദേശിച്ചത് യെസ് രാധാകൃഷ്ണനാണ്. സക്കീർ എന്ന് ഉദ്ദേശിച്ചത് സക്കീർ ഭായ് എന്ന് ഉദ്ദേശിച്ചത് സക്കീർ ഹുസൈൻ ആണ്. ഗിരി വി ഗിരിയാണ്. അഹമ്മദാബാദിലുള്ള, അതായത് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെയാണ് നമ്മൾ അഹമ്മദാബാദ് എന്നത് വെച്ച് കണക്ട് ചെയ്തിട്ട് നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയാണ്. നീലം എന്ന് പറഞ്ഞാൽ നീലം സഞ്ജീവ റെഡ്ഡി, സെയിൽ എന്ന് പറഞ്ഞാൽ ഗ്യാനി സെയിൽ സിംഗ്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, വി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ റെഡ്ഡി ആൻഡ് ഗ്യാനി സെയിൽ സിംഗ്. ആദ്യത്തെ 7 പേരുടെ പേര് പഠിച്ചു. രാജുവും രാധയും സക്കീർ ബായുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. ഒന്നും കൂടെ, രാജുവും രാധയും സക്കീർ ബായുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. ഓക്കെ, ഇനി ഇതിന്റെ ചുമതല വഹിക്കുന്നത് രാമശങ്കര നാരായണനാണ്. രാമശങ്കര, രാമ എന്ന് പറഞ്ഞാൽ ആർ വെങ്കിട്ടരാമനാണ്. ശങ്കര എന്ന് പറഞ്ഞാൽ ശങ്കർ ദയാൽ ശർമ്മയാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ KR നാരായണനാണ്. ഓക്കെ, അപ്പോ ആർ വെങ്കിട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണൻ. ഓക്കെ, KR നാരായണൻ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരുന്നു ആദ്യത്തെ സെന്റൻസ്? രാജു രാധ സക്കീർ ബായുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. ഇതിന്റെ ചുമതല വഹിക്കുന്നത് രാമശങ്കര നാരായണനാണ്. രാമൻ വെങ്കിട്ടരാമൻ, ശങ്കരൻ ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണനെയാണ് നമ്മൾ നാരായണൻ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് അടുത്തത് എന്താണ്? ഇവരെ കണ്ടതും കലാമിന്റെ പാട്ടിയുടെ മുഖം മാറി കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു. കലാമിന്റെ പാട്ടി എന്നത് ഉദ്ദേശിച്ചത് APJ അബ്ദുൾ കലാമിനാണ്. 11ാമത്തെ വ്യക്തി ആരാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? കണ്ടോ, APJ അബ്ദുൾ കലാമാണ് 11ാമത്തെ വ്യക്തി കേട്ടോ. ഓക്കെ, കലാമിന്റെ പാട്ടി നമ്മുടെ ആദ്യത്തെ വനിത ആരാണ്? പ്രതിഭ പാട്ടീലാണ്. ആദ്യത്തെ വനിത രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. പാട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പാട്ടിയുടെ മുഖം മാറി എന്ന് പറഞ്ഞു അല്ലെ. മുഖം മാറി എന്ന് പറഞ്ഞാൽ പ്രണബ് മുഖർജിയാണ്. മുഖം മാറി കോപിക്കുക എന്നത് ഉദ്ദേശിച്ചത് കോവിന്ദിനെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. കോവിന്ദ്, രാംനാഥ് കോവിന്ദാണ് കോപിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു. മുറുമുറുക്കുക എന്ന് പറഞ്ഞാൽ ദ്രൗപദി മുർമു ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ആ 15 പേരുടെ പേര് ഇതിനിടയ്ക്കായിട്ട് ആക്ടിംഗ് പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. അവരെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ പ്രസിഡന്റുമാരുടെ പേരുകളാണ്. കറക്റ്റ് ആ ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കുക. ആ കോഡ് നിങ്ങളുടെ മനസ്സിൽ ആ 3 സെന്റൻസ് രാഷ്ട്രപതിമാരുമായി ബന്ധപ്പെട്ട ഇങ്ങനെ പേരുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ 3 സെന്റൻസുകൾ ഓർമ്മ വേണം. ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരണം. രാജുവും രാധയും സക്കീർ ബായുടെ കൂടെ ഗിരിയുടെ അഹമ്മദാബാദിലുള്ള നീലം സെയിൽ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി. ഇതിന്റെ ചുമതല വഹിക്കുന്നത് രാമശങ്കര നാരായണനാണ്. അവരെ കണ്ടതും കലാമിന്റെ പാട്ടിയുടെ മുഖം മാറി കോപിക്കുകയും മുറുമുറുക്കുകയും ചെയ്തു. സിറ്റുവേഷൻ മനസ്സിൽ ചിന്തിക്കുക, ചിത്രം നമ്മുടെ മനസ്സിൽ വരിക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ഇങ്ങനെ ഒരു ചോദ്യം രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുമെന്ന് കരുതുന്നു. ഇതേപോലെ ഉപരാഷ്ട്രപതിമാരുടെ കേസ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യം, ആ ഒരു ടോപ്പിക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി ഈ ഒരു ചാനലിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനലുണ്ട്, അതിനകത്തും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ പഠിക്കാനായിട്ട് മിഷൻ യൂണിക്കോം എന്ന് പറഞ്ഞിട്ടുള്ള 5ാമത്തെ പാർട്ടിൽ പറയുന്നുണ്ട്. അവിടെ നമ്മളൊരു 4 വരി പദ്യം പഠിച്ചുകൊണ്ടാണ് ആ ഒരു ഓർഡർ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ആ 3 സെന്റൻസുകൾ വെച്ചിട്ടാണ് പഠിച്ചത്. സോ മാറി പോകരുത്, തിരിഞ്ഞു മറിഞ്ഞും പോകരുത്. നമുക്ക് ഉപരാഷ്ട്രപതിമാരെ മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? രാഷ്ട്രപതിമാരെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി പറയട്ടെ. എൻട്രിയിലെ ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ കാര്യം തന്നെ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ, അതും വെറും 999 റുപ്പീസിന് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഒരു വർഷം നിങ്ങൾക്ക് 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, LGS എല്ലാ പരീക്ഷകൾക്കും ഒറ്റ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ 999 റുപ്പീസിന്റെ ആ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, ജനുവരി 1-ാം തീയതി നമ്മുടെ ഒരു സ്പെഷ്യൽ ബാച്ച്, കമ്പനി ബോർഡ് LGSന്റെ ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്നോടൊപ്പം പഠിക്കാം. സോ എന്തൊക്കെ ആയാലും നമുക്കിനി 2026 നടക്കാൻ പോകുന്ന പരീക്ഷകൾ നമുക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി മാക്സിമം പരിശ്രമിക്കുക, നല്ലപോലെ എഫേർട്ട് ഇടുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.